ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാർ അറസ്റ്റിൽ. SITക്ക് മുന്നിൽ ഹാജരായ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇത് 6ാമത്തെ അറസ്റ്റാണ്. പത്മകുമാറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് ജനം TV-യാണ് ആദ്യമായി ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് ചർച്ചാ വിഷയമായി ഏറ്റെടുക്കുന്നത്. ആ സമയത്തെല്ലാം ഇത് വെറും ആരോപണമായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇതാ തെളിവുകൾ സഹിതം പുറത്തേക്ക് വരികയാണ്. CPM-ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എ പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാർ അറസ്റ്റിൽ. SITക്ക് മുന്നിൽ ഹാജരായ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇത് 6ാമത്തെ അറസ്റ്റാണ് നടക്കുന്നത്. പത്മകുമാറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്മകുമാറിന് എല്ലാം അറിയാമായിരുന്നു എന്നാണ് SIT പറയുന്നത്. പ്രജിത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് CPM-ന് വലിയ തിരിച്ചടിയാണ് ഈ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം ഒന്ന്, ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് മാത്രമല്ല പത്മകുമാർ എന്നുള്ളത്. കാരണം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 42 വർഷം പഴക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരു നേതാവാണ് പത്മകുമാർ എന്നുള്ളത്. നേരത്തെ MLA ആയിരുന്നു, പിന്നീട് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അത് മുഖ്യമന്ത്രിക്ക് വളരെ അടുപ്പമുള്ള വ്യക്തി എന്ന നിലയിൽ, മുഖ്യമന്ത്രിക്കും ഒക്കെ വളരെ താല്പര്യമുള്ളയാളെന്ന നിലയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്മകുമാർ എത്തിച്ചേരുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു CPM നേതാവ് എന്ന നിലയിൽ കൂടിയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ നമ്മൾ അതിനെ കാണേണ്ടത്. അങ്ങനെ N. വാസുവിന് പിന്നാലെ 2ാമത്തെ പ്രധാനപ്പെട്ട CPM നേതാവ്, അതായത് ഒരു കാലത്ത് ശബരിമലയെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ഒക്കെ നിയന്ത്രിക്കുകയും ശബരിമലയിൽ പലതരത്തിലുള്ള ആചാര ലംഘനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത 2 CPM നേതാക്കളും ഇതാ അഴിക്കുള്ളിലാവുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്മകുമാർ ആദ്യഘട്ടത്തിൽ ന്യായീകരിക്കാനും തള്ളിപ്പറയാനും ഒക്കെ നോക്കിയെങ്കിലും തനിക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അപ്പോഴെല്ലാം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ, പത്മകുമാറും പൊയ്റ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ബാങ്ക് രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒടുവിൽ പത്മകുമാറും ഈ സ്വർണ്ണ കവർച്ച കേസിലെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അതിന്റെ ആസൂത്രണത്തിൽ, അതിന്റെ ഗൂഢാലോചനയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഒടുവിൽ അന്വേഷണ സംഘം പോയിരിക്കുകയാണ്. വളരെ നിർണായകമായ അറസ്റ്റ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-നേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് CPM നേതാക്കളാണ് നേതൃത്വം നൽകിയതെന്നുള്ള യാഥാർത്ഥ്യം, അതിന് അന്വേഷണ സംഘത്തിന്റെ ഈ അറസ്റ്റ് നടപടികളിലൂടെ വാസുവിന് പിന്നാലെ പത്മകുമാർ കൂടി അറസ്റ്റിലായപ്പോഴേക്കും ആ സ്വർണ്ണ കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് CPM നേതാക്കളാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. ആ നടപടികൾ മുൻപ് പല രീതിയിലുള്ള ആരോപണങ്ങളെ ഹൈന്ദവ സംഘടനകൾ ഉയർത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നു CPM നേതാക്കളുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണ കവർച്ചയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. അതിനുള്ള തെളിവുകളാണ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ഗൂഢാലോചനയിൽ പങ്കാളിയായതിന്റെ പത്മകുമാറും, ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ, ടെലിഫോൺ സംഭാഷണങ്ങൾ, അതോടൊപ്പം തന്നെ പല തവണ പത്മകുമാറിന്റെ വീട്ടിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി നമുക്ക് മനസ്സിലാകുന്നത് ചെറിയ മീനുകളല്ല, വലിയ മീനുകളാണ് വലയിൽ കുടുങ്ങിയിരിക്കുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റ് ഇനി ചെന്ന് എത്താൻ പോകുന്നത് പാർട്ടിയിലെ ഉന്നതരിലേക്കാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഹലോ ഉമേഷ്, കേൾക്കാമെങ്കിൽ തുടരാം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. SITക്ക് മുന്നിൽ ഹാജരായ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട 6ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. പത്മകുമാറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ശേഷമായിരിക്കും കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുക. കൂടുതൽ പേരിലേക്ക് അറസ്റ്റ്
എത്തുമോ അല്ലെങ്കിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നു. പത്മകുമാറിന്റെ അറസ്റ്റ് CPM-ന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയൊരു നേതാവല്ല, വലിയ നേതാവ് തന്നെയാണ്. മാത്രവുമല്ല, മുൻ ദേവസ്വം പ്രസിഡന്റ് കൂടിയായ പത്മകുമാറിന്റെ അറസ്റ്റ് CPM-ന് കടുത്ത പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയൊരു തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു ഈ അറസ്റ്റ് എന്ന് പറയേണ്ടി വരും. ചെറിയ മീനുകളല്ല വലയിൽ കുടുങ്ങിയിരിക്കുന്നത്, വലിയ മീനുകൾ തന്നെയാണ്. ഇനി ആരിലേക്കാണ് അന്വേഷണം ചെന്ന് എത്തി നിൽക്കുക? പാർട്ടി ഉന്നതിയിലുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം ഇനി കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടായിരിക്കും. ഇത് 6ാമത്തെ അറസ്റ്റാണ് SIT രേഖപ്പെടുത്തുന്നത്. ഇനി ആര് എന്ന ചോദ്യം ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രജിത് മോഹനൻ തുടരുന്നുണ്ട്. പ്രജിത്ത്, ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്, വൈദ്യപരിശോധനയ്ക്കായി പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കും, അതിനുശേഷമായിരിക്കും വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുക, അല്ലേ? ഇവിടെ ഒന്ന് അറസ്റ്റ് നടപടികൾ, അതിന്റെ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ രേഖകളുടെയൊക്കെ പൂർത്തീകരണത്തിന് ശേഷമായിരിക്കും പത്മകുമാറുമായി മെഡിക്കൽ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം എത്തുക. നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ഈ മെഡിക്കൽ പരിശോധന നടക്കുക എന്നുള്ളതാണ്. അങ്ങനെ മെഡിക്കൽ പരിശോധന നടന്നതിന് ശേഷം കൊല്ലത്തേക്ക് പത്മകുമാറുമായി അന്വേഷണ സംഘം പോകും. ഇന്ന് തന്നെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം പത്മകുമാറിനെ വാങ്ങാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. കാരണം ഇതുവരെ പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാത്തൊരു സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ 10:30 മുതൽ ഈ സമയം വരെ അല്ലെങ്കിൽ ഈ വൈകുന്നേരം വരെ നടക്കുന്ന ചോദ്യം ചെയ്യൽ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് പത്മകുമാറിനെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ അവരുടെ ചോദ്യവിനയിൽ പത്മകുമാറിനെ കിട്ടിയത് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പത്മകുമാറിനെ കൂടുതൽ വിശദമായി അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കേസിലെ കൂട്ടുപ്രതികളെ അടക്കം ഒപ്പമിരുത്തി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ പലതിലും അന്വേഷണ സംഘത്തിന് ലഭ്യമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയുന്നത് അന്വേഷണ സംഘത്തിന് പ്രാഥമികമായി ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള, നിലവിൽ അറസ്റ്റിലായതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ആൾ പത്മകുമാർ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നത്. ഒന്ന്, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ആസൂത്രണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന നേരത്തെ തന്നെ പത്മകുമാർ ആരംഭിച്ചിരുന്നു എന്നുള്ള കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയതാണ്. അതിന്റെ പിന്നാലെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള N. വാസുവിന്റെ ഒരു കത്ത് വരുന്നതും ഈ പറയുന്ന സ്വർണ്ണപ്പാളി കവർച്ചയ്ക്കുള്ള കളമൊരുങ്ങുന്നതും പിന്നീട് പത്മകുമാർ ചേരുന്ന സ്വർണ്ണപ്പാളികളെ ചെമ്പെന്നെഴുതി വാസു കൊടുത്തുവിട്ട ആ അപേക്ഷകൾക്ക് അല്ലെങ്കിൽ ആ സ്വർണം പൂശുന്നതിനുള്ള അപേക്ഷയ്ക്ക്. ഉമേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ നേതാക്കളല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇനി ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പത്മകുമാറിന്റെ അറസ്റ്റ് ചെന്നെത്താൻ പോകുന്നത് പാർട്ടിയിലെ ഉന്നതരിലേക്കാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, കേൾക്കാമെങ്കിൽ പറയാം. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 6ാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു SIT. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നത്. SITക്ക് മുന്നിൽ ഹാജരായ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 6ാമത്തെ അറസ്റ്റാണ് രേഖപ്പെടുത്തുന്നത്. ഇനി ആര് എന്ന ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഉമേഷ്, കേൾക്കാമെങ്കിൽ പത്മകുമാറിന്റെ അറസ്റ്റ് CPM-ന് ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം ചെറുതല്ല, പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പ്രജിത്തിലേക്ക് തിരികെ എത്തുന്നു. പ്രജിത്ത്, വിജിലൻസ് കോടതിയിൽ പത്മകുമാറിനെ എത്തിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ N. വാസുവിനെ വിജിലൻസ് കോടതിയിൽ എത്തിച്ചിരുന്നു. വലിയ പ്രതിഷേധമാണ് BJP പ്രവർത്തകർ അവിടെ നടത്തിയത്. ചോദ്യം വ്യക്തമായിരുന്നു, ഒന്നുകൂടി ആവർത്തിക്കാമോ? ശരി, എന്തായാലും N. വാസുവിനെ ഇന്ന് രാവിലെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്ന സമയത്ത് പോലും വലിയ പ്രതിഷേധമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. A. പത്മകുമാറിനെതിരെയും അത്തരം വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. മാത്രവുമല്ല, ഇപ്പോൾ CPM-ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വലിയൊരു തലവേദന ഈ ഒരു വിഷയം ഉണ്ടാക്കിയിരിക്കുന്നു, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സാഹചര്യത്തിൽ.
സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ഒന്ന്, പത്മകുമാറിനെതിരെ വ്യാപകമായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളുടെയോ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പ വിശ്വാസികളുടെ വികാരം നിലനിൽക്കുന്നുണ്ട്. അത് 2018 കാലത്ത് ശബരിമലയിൽ സംഭവിച്ച കാര്യങ്ങൾ മുതൽ അതിന് പിന്നീട് ഉണ്ടായിട്ടുള്ള വലിയ വിവാദങ്ങളിലും ഒക്കെ പത്മകുമാറിന്റെ പേരുണ്ടായിരുന്നു. പത്മകുമാറിനോടുള്ള ആ ഒരു പ്രതിഷേധം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്വർണ്ണക്കവർച്ച കേസ് പോലെ ഭഗവാന്റെ സ്വത്ത് കവർന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ കുറ്റത്തിൽ പത്മകുമാർ ഇപ്പോൾ പ്രതിയാകുന്നത് അല്ലെങ്കിൽ പത്മകുമാർ അറസ്റ്റിലാകുന്നത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും പത്മകുമാർ ഈ സ്വർണ്ണക്കവർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച ഒരാളായി കൂടി മാറുമ്പോൾ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. എൻ വാസുവിനെതിരെ ഉണ്ടായ പ്രതിഷേധത്തെക്കാളും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തുടനീളം അലയടിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിന് മറ്റൊരു വശം കൂടിയുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം പ്രതിഷേധങ്ങൾക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്കൊക്കെ ആക്കം കൂടുമെന്നുള്ളതിലും തർക്കമില്ല. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് CPM നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഞങ്ങൾക്ക് ഇത് പ്രതിസന്ധിയല്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതിനപ്പുറത്തേക്കാണ് യാഥാർത്ഥ്യം എന്നുള്ളത് MV ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് കൃത്യമായി അറിയാവുന്നതാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ CPM ആളുകൾ അല്ലെങ്കിൽ CPMന്റെ സംഘടനാ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബഹുജന സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ സംഘടനകളിലൊക്കെ ജീവനക്കാരുടെ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ജീവനക്കാരാണ് നേരത്തെയൊക്കെ അറസ്റ്റിലായതെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കമുള്ളവർ, മുരാരി ബാബു അടക്കമുള്ളവർ, സുധീഷ് കുമാർ അടക്കമുള്ളവരൊക്കെ CPMന്റെ അടുത്ത ആളുകളും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നതും ഇത് ചെറിയ നേതാക്കളല്ല, വലിയ മീനുകൾ തന്നെയാണ് വലയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇനി ആരിലേക്ക് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റ് ഇനി ആരുടെ അറസ്റ്റിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഒരു മണിക്കൂറിൽ പങ്കുവെക്കേണ്ടി വരും.